തന്നെ ചെയ്തതാണ്. 1 മണിക്കൂർ 48 മിനിറ്റാണ് മൂവി. നമ്മളങ്ങനെ വളരെ കൃത്യമാക്കി ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനൊരു സബ്ജക്റ്റ് നമ്മൾ അധികം ആരും കൈവച്ചിട്ടല്ലാത്ത ഒരു സംഭവത്തെ പറ്റി ഇങ്ങനെ പോയി അന്വേഷിച്ച് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയതാണ്. അത് പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇനി സിനിമ ചെയ്ത് കഴിഞ്ഞും റിലീസിലേക്ക് എത്തുന്നതിനിടയിൽ ഇപ്പൊ കേരളത്തിനും പുറത്തുമൊക്കെ ഇങ്ങനെ മരിച്ചതിന് ശേഷം അടക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് പലർക്കും ജീവൻ വന്നതും തിരിച്ചു വന്നതൊക്കെയുള്ള കഥകളൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി മീഡിയ വഴിയും ന്യൂസ് വഴിയൊക്കെ. അപ്പം അതൊക്കെ അതിനൊരു കാരണമാണ്. ഇതിനു മുമ്പും ഇങ്ങനെയുള്ള കഥകളെ പറ്റി ഞാൻ കേട്ടിരുന്നു. ന്യൂസ് ഓൾറെഡി എല്ലാ ന്യൂസും ഞാൻ വായിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ എപ്പോഴും ഒരു വായിച്ച ന്യൂസ് ഇങ്ങനെ മനസ്സിൽ കിടന്നതാവാം എഴുതാനുണ്ടായ കാരണം. പിന്നെ നമ്മുടെ നാട്ടിൻപുറത്ത് അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതിൽ നിന്നാണ് ഇങ്ങനൊരു തോട്ടിലേക്ക് വന്നത്. മതത്തിന്റെ പൊളിറ്റിക്സ് ഒരു പ്രൈമറി സബ്ജക്റ്റ് ആയിട്ട് തോന്നുന്നു. അപ്പൊ ഇതിൽ മതത്തിന്റെ കുറെ നാരോ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സിനെ നല്ല രീതിക്ക് ഇതിൽ വിമർശിക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലോട്ടുള്ള ഒരു പറയാനുള്ള ഒരു പ്രചോദനം. മതം ഇല്ലാതെ നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് പാടാണ് മുൻപോട്ട് പോകാനായിട്ട്. അപ്പം ഞാനങ്ങനെ അത് കട്ടയ്ക്ക് മതത്തിൽ നിൽക്കുന്ന ഒരാളല്ല. എങ്കിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു ഫാക്റ്റാണ്. ജീവിച്ചു പോകാൻ വേണ്ടി അത് നമുക്ക് ആവശ്യമാണ്. ചില ഘട്ടങ്ങളിലൊക്കെ അത് ആവശ്യമായിട്ട് വരും. ഒരു നാട്ടിൻപുറത്ത് ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു ഇഷ്യൂസ് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് വന്ന് ചെയ്യും. അപ്പൊ അതാണ് അങ്ങനെ ആ ഒരു ഇതിലേക്ക് ട്രാവൽ ചെയ്യാൻ കാരണം. ഇപ്പൊ നമ്മള് ഏത് സിനിമ പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് എവിടെങ്കിലുമൊക്കെ ഒരു പൊളിറ്റിക്സ് കടന്നു വരും. അത് ചർച്ച ചെയ്യപ്പെടാം. മിക്ക സിനിമകളിലും ഒക്കെ അത് സ്വാഭാവികമായിട്ടും കടന്നു വരാനുള്ള ഉത്തരം പറയാറുള്ളതാണ്. ചില ഉത്തരങ്ങൾ അത് ഭയങ്കര വിവാദമാകും, ചിലത് ഓട്ടോമാറ്റിക്കായിട്ട് തള്ളിക്കളയും. ഇവിടെയും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കയറി വന്നതാണ്. നമ്മുടെ വിശ്വാസത്തിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാകാറുള്ളതാണ്, കണ്ടിട്ടുണ്ട്. അപ്പൊ അതാണ് അവിടെയും അങ്ങനെ ഒരു സീൻ കടന്നു. അങ്ങനെ ഞാൻ അതല്ല, ഞാൻ ആസ് എൻ ആക്ടർ, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെ അറിയാനാണ് താല്പര്യം. അപ്പോൾ ആസ് എൻ ആക്ടർ ഇങ്ങനെ സബ്ജക്റ്റ് വന്നപ്പോൾ ഈ ഒരു കണ്ടന്റ് ഭയങ്കര അപ്പീലിംഗ് ആയി തോന്നി. ആദ്യം നമ്മൾ ഈ കണ്ടന്റാണ് നമസ്കാരം ഫോണിൽ വിളിച്ച് പറയണത് ഇങ്ങനെ ഒരു. അപ്പൊ ഞാൻ ചോദിച്ചു ഞാനാണോ മരിക്കും, അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ എക്സ്പീരിയൻസ് ചെയ്യാത്ത, നമുക്ക് ആരോട് ചോദിക്കാൻ പറ്റില്ല എങ്ങനെ ഉണ്ടോ മരിച്ചു കഴിഞ്ഞാൽ ചോദിക്കാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അങ്ങനെ പെർഫോം ചെയ്യാം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് കിട്ടിയപ്പോ ആസ് എൻ ആക്ടർ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെയാണ് ഈ സിനിമയിലോട്ട് എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യവസ്ഥ മാറുന്ന സമയമായിരിക്കും. മനുഷ്യനെന്നുള്ളതാണ് കൺസിഡർ ചെയ്യേണ്ടത്, ജാതിയല്ല മതമല്ല എന്ന് കൺസിഡർ ചെയ്യേണ്ടത് ഒരു വ്യവസ്ഥ വരേണ്ട സമയം കഴിഞ്ഞില്ലേ? ഇത് നേരത്തെ പറഞ്ഞ പോലെ, ഡയറക്ടർ പറഞ്ഞ പോലെ, നമ്മുടെ ലൈഫിൽ ഇതെല്ലാം കണക്റ്റഡാണ്. ജാതി, മതം, പൊളിറ്റിക്സ് എല്ലാം കണക്റ്റഡാണ്. അല്ലാതെ മനുഷ്യർ ജീവിക്കാൻ പറ്റില്ല. ഇതെല്ലാം കണക്റ്റായി കിടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാളും കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ. അതായത് ഈ ജനറേഷന്റെ വ്യത്യാസം അനുസരിച്ചിട്ട് ഒരുപാട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. താമസിക്കുന്നത് പറയുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് മതി. കബറിനുള്ളിലുള്ള ഒരു ഷൂട്ട് ചെയ്തില്ലേ? എക്സ്പീരിയൻസ് ഒക്കെ അത് ആക്ച്വലി എനിക്കത് ഞങ്ങളത് വേറൊരു സംസാരിച്ചല്ലോ. അതങ്ങനെ സെറ്റ് ഇട്ട് അങ്ങനെ നമ്മൾ കബർ വേറെ തന്നെ ഷൂട്ട് ചെയ്തത്. അപ്പൊ കബർ ഷൂട്ട് ചെയ്യുമ്പോ എനിക്ക് മെന്റലി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. ഇൻ ദ സെൻസ് അത് കാണുമ്പോൾ നമുക്ക് മൈൻഡിനും നമ്മളെ ഫുൾ മൂടി അകത്ത് വെക്കുമ്പോഴും ഞാൻ 2-3 പ്രാവശ്യം
പെട്ടെന്ന് ടെൻഷൻ അടിച്ച് എണീക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കബർ എൻജോയ് ചെയ്തു തുടങ്ങി. മനുഷ്യന്മാരങ്ങനെയാണ്, എവിടെ ചെന്നാലും ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എൻജോയ് ചെയ്യും. നമ്മളൊക്കെ മരിച്ചതിന് ചിലപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യും. അപ്പോൾ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര പിന്നെ പെർഫോം ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര സന്തോഷം. ഉണ്ട് ബറേഡി എന്ന് പറഞ്ഞ സിനിമ. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഞങ്ങളത് ഇത് ഫസ്റ്റ് സബ്ജക്ട് സംസാരിച്ചപ്പോൾ നമ്മൾ ബറേഡിനെ വിളിച്ച് സംസാരിച്ചത്. ബറേഡ് എനിക്കൊന്ന് കംപ്ലീറ്റ്ലി ഇതിന്റെ അകത്താണ്. ടോട്ടലി സിനിമ മൊത്തം ക്ലൈമാക്സിലാണ് മൊത്തം. അത് പിന്നെ കുറച്ച് അവരെ കയ്യിൽ ടോർച്ച് കുറച്ച് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതും രണ്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നമ്മൾ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു സബ്ജക്ട് ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള ഈ കണ്ടന്റ് തന്നെയാണ് നമ്മളെ എക്സൈറ്റ് ചെയ്യിച്ചത്. അല്ലല്ല, മഞ്ഞുമല്ല് ഷൂട്ട് അടക്കം നമ്മുടെ കഴിഞ്ഞു. ഒരുപോലെ കുറച്ച് ആളുകൾ ചിന്തിക്കുന്ന പോലെ തോന്നുകയും ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരേ സാധനം 10 രീതിയിലായിരിക്കാം വരിക എന്നുള്ളതാണ്. അപ്പൊ അത് എനിക്ക് ഭയം ഉണ്ടായിരുന്നെങ്കിൽ കൂടി നമ്മുടേതായ ഒരു വ്യത്യസ്തത ഉണ്ടാവും എന്നറിയാമായിരുന്നു. നോർമലി ഇപ്പൊ ലുക്മാൻ എടുക്കുന്ന മിക്ക കഥകളുടെയും ഒരു പ്രത്യേകത ആയിട്ട് തോന്നി. ഇപ്പൊ പെരുമാനി ആണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ നോർമലി ചിന്തിക്കുമ്പം കിട്ടാത്ത കുറെ കാര്യങ്ങളുമായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള സിനിമകളാണ് കുറെ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ സെലക്ട് ചെയ്യുമ്പം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇങ്ങനെ വരുന്നല്ലോ, എനിക്കിങ്ങനെ വരുന്നല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനല്ല. ചില സിനിമകൾ നമുക്കിങ്ങനെ നമ്മൾ സ്ഥിരം കാണാത്ത ടൈപ്പ് ഓഫ് തോട്ട്സുകൾ ഉണ്ടാവില്ല. ഭയങ്കര നോർമലി നമുക്കെല്ലാം നമ്മൾ ഫസ്റ്റ് തോട്ടി വരുന്നതല്ലാത്ത തോട്ട്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. പിന്നെ ഇതിനൊക്കെ അപ്പുറം ഞാൻ വന്ന സ്ഥലം, എൻ്റെ ചുറ്റുള്ള ആളുകൾ, എൻ്റെ ചുറ്റുള്ള ഡയറക്ടേഴ്സ്, അവരെല്ലാം എന്നെ പിക്ക് ചെയ്യുന്നു, അവരൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാവുന്നു എന്നുള്ളതാണ് ഞാൻ അത്ര സിനിമയുടെ ഭാഗമാവുന്നത്. ഞാൻ മാക്സിമം ഈ സിനിമ ചെയ്യാം അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല. ഡയറക്ടേഴ്സ് തന്നെ ചൂസ് ചെയ്യുന്നത് തന്നെയാണ്. അതെൻ്റെ ഒരു ലക്ക് അല്ലെങ്കിൽ അനുഗ്രഹം എന്നൊക്കെ നമ്മൾ പറയും. സബ്ജക്ട് ഫസ്റ്റ് വന്നപ്പം തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്ന സിനിമകൾ ഉണ്ടാവുമല്ലോ, നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സബ്ജക്ട് കേട്ടപ്പോൾ ഫസ്റ്റ് മൈൻഡ് വന്നിട്ടുണ്ടായിരുന്നു? എനിക്ക് ശരിക്കും ആദ്യം ഞാൻ ഓഡിഷൻ വഴിയാണ് ഈ പടത്തിലേക്ക് വന്നത്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഇതിനെ കുറിച്ച് സബ്ജക്റ്റിന്റെ കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിനുശേഷം ഓഡിഷന് സെലക്ട് ആയി കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ അടുത്ത് സബ്ജക്റ്റിന്റെ കാര്യം പറയുന്നത്. അപ്പൊ എനിക്ക് സത്യമായിട്ടും തോന്നിയത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇത് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ശരിക്കും നമ്മുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റാണിത്. ചില ആൾക്കാർ പല രീതിയിലും ചിന്തിക്കും. ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും സെയിം സാധനം ഇമ്പാക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ ഔട്ട്ലുക്ക് മാറ്റാൻ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പവർഫുൾ സബ്ജക്റ്റ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ സന്തോഷം, ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം, ഭാഗമാകാൻ പറ്റിയതിൽ അത് തന്നെയാണ്. ലുക്മാൻ എന്ന കൽപ്പന നമുക്കറിയാം. റൊമാൻറ്റിക് സ്റ്റാർ ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. ആദ്യം കുറച്ച് പാടായിരുന്നു. എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആകെ സുലൈഖ മനസ്സിലാണ് ഇച്ചിരി, അതിലും റൊമാൻസ് ഒന്നും അധികം ഇല്ല, എന്നിട്ട് ഞാൻ അതാണ് ചെയ്തത്, അതിനുശേഷം ഞാൻ റൊമാൻസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആദ്യം ഫസ്റ്റ് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് നോക്കിയിരിക്കുന്ന സീനായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് അത് ഓർക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ആവുന്ന കുഴപ്പമില്ല, അത് സെറ്റ് ആക്കാം, നമ്മള് കുറച്ചേരം അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിരുന്നാൽ മതി പറഞ്ഞിട്ട് നമ്മള് അങ്ങനെ സിങ്ക് ആയി. ആദ്യം പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും പറയണ്ട, നമ്മുടെ അടുത്ത് നമ്മളെല്ലാം ചെയ്തോളൂ, എല്ലാം സെറ്റ് ആയി, സിങ്ക് ആയി. അപ്പൊ അങ്ങനെയായിരുന്നു, നല്ലായിരുന്നു. ഇറ്റ് വാസ് നൈസ് വർക്കിംഗ് വിത്ത് ലുക്കും. നല്ലായിരുന്നു. പുതിയ ലുക്കാ, അതല്ല ലുക്മാനോട് കൂടിയത്. സൂപ്പർ അല്ലേ? അല്ല എന്റെ മോനും പെടും, മോനും മോളും വൈഫും എല്ലാരും ഉണ്ട്, മരുമോളും എല്ലാരും കൂടിയാണ്. അവരാ ഡിസൈൻ ചെയ്യണത്, അവരെ ഞങ്ങൾ എന്റെ കോസ്റ്റ്യൂമർ കോസ്റ്റ്യൂമേഴ്സ്. നമുക്ക് മേലെയാണ് അവര്. ചില സംഭവങ്ങളൊക്കെ പൊടിച്ചു എല്ലാരും.
ഇവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചു. എന്റെ വൈഫായിട്ട് അഭിനയിച്ചു. ഇവര് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. ഇതില് കുറെ പേരുണ്ട്, ഇവിടെ തിരിക്കാൻ തല്ലില്ല, എല്ലാവരും ഉൾപ്പുണ്ട്. ഇത് ഞങ്ങൾക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെ ആരുമില്ല. കാരണം അവരെ സ്പേസിലെല്ലാം ആർട്ടിസ്റ്റുകളായിരുന്നു. രാവിലെ വരുമ്പോ ഒരു 10-50 പേരുകൾ വരും ഒരു ബസ്സിൽ, ഞങ്ങളും വരും. എന്നിട്ട് ആ കോസ്റ്റ്യൂം എടുത്തിട്ട് ക്യാരക്ടേഴ്സാണ് എല്ലാവരും. അവരെല്ലാവരും ഒരു വട്ടം കൂടി സംസാരിക്കും. അപ്പൊ റെഡി എന്ന് അസോസിയേറ്റ് സേതു അല്ലെങ്കിൽ പ്രേമനെ പറയാൻ നേരത്തെ എല്ലാം ചാടി എഴുന്നേറ്റ് പിന്നെ അവിടെ എല്ലാരും അവശനാവും. സിറ്റുവേഷൻ അതാണല്ലോ. പിന്നെ ഡയലോഗും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ വന്നിരിക്കുന്ന തമാശ പറഞ്ഞിങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇത് ഡിസ്കസ് ചെയ്യും. കൂടുതലും എടുത്ത സീനിനെ കുറിച്ചും ഷോട്ടിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ്. അപ്പൊ ആർക്കും ഇതിനെ കുറിച്ചിട്ട് നമ്മൾ ചെയ്ത് ഓക്കെ എന്ന് പറയുന്ന പരിപാടിയില്ല. ഞാനടക്കം എല്ലാവരും അങ്ങോട്ടും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇവര് എങ്ങനെ ഓക്കെയാണ്. ഞാൻ ഇപ്പോഴും അഭിനയിക്കുന്ന പടങ്ങളിൽ ചോദിക്കുന്നുണ്ട്, യൂത്തിന്റെ പടങ്ങളിൽ, എടാ ഓക്കെ അല്ലെങ്കിൽ പറയണോട്ടാ. കാരണം നമ്മൾ കരുതുന്ന പോലെയല്ല, അവരുടെ ചിന്ത ഒക്കെ വേറെ ലെവലിലാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തെക്കാളും മേലെ അവർ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒപ്പം എത്തണം. നമ്മൾ അതിന് ഇവരെ കൂടെ അഭിനയിച്ചാലേ പറ്റുള്ളൂ. അനുഭവങ്ങൾ കുറവാണ് ആളുകൾക്ക്, അതുകൊണ്ടാണ് കോമഡി സിനിമ ഉണ്ടാകാത്തത്. താങ്കളിപ്പോ സീരിയസ് സിനിമ ചെയ്യുന്നു, അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ഞാൻ സീരിയസ് സിനിമ ചെയ്യുന്നത് എന്റെ കുഴപ്പം കൊണ്ടല്ല, കോമഡി സിനിമ വരാത്തോണ്ടാ. എന്നെ തേടി വരുന്നില്ല. എനിക്ക് അനുഭവം ഉണ്ട് എന്റെ ജീവിതത്തിൽ ഒരുപാട് തമാശകൾ. ഞാൻ ഒരു സ്പേസ് കിട്ടാൻ ഇവരോട് ചോദിച്ചറിയാം, ചോദിച്ചോ ഇവര് ഇരിക്കുന്നവര് ഒരു സ്പേസ് ചെറിയ ഗ്യാപ്പിട്ട് അപ്പൊ ഞാൻ തമാശ അതിന് ഉണ്ടാക്കാൻ നോക്കും. അല്ലാതെ എന്റെ കുഴപ്പം കൊണ്ടല്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 50 സ്ക്രിപ്റ്റ് എങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്. കുറഞ്ഞതാണത്. തമാശ സിനിമകൾ എന്ന് പറഞ്ഞ് കഥ പറഞ്ഞ കൂട്ടത്തിൽ ഒരു 50 ഏറ്റവും കുറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കൊരു വർക്കൗട്ട് ആയില്ല. അതത്ര അവിടെ സുഖമാകുന്നില്ല. അപ്പൊ നല്ല കോമഡി സിനിമകൾ ഉണ്ടാക്കാൻ കഴിവുണ്ടെങ്കിൽ ഇപ്പോഴും സ്പേസ് ഉണ്ട് അതിന്. അത് ഉണ്ടാക്കണമെങ്കിൽ പണിയാണ്. എന്നോട് വലിയ ഡയറക്ടർ എന്നോട് ചോദിച്ചു, അത്ര എക്സ്പീരിയൻസ് ഉള്ളതല്ല, എന്നാലും വലിയൊരു ഡയറക്ടർ, നല്ലൊരു പടം ഇറങ്ങാൻ പോണ്ട്. ആ ഡയറക്ടർ എന്നോട് ചോദിച്ചാൽ പഞ്ചാബി ഹൗസ് എങ്ങനെ ഉണ്ടാക്കിയെന്ന്. അപ്പൊ അത് അവർക്കല്ലേ അറിയാൻ പറ്റില്ല, എനിക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ന് പറയുന്ന പോലെ അതിനെ കുറിച്ചിട്ട് ഇറങ്ങാൻ അത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കോമഡി അഭിനയിക്കാൻ മാത്രമല്ല അത് എടുക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. അന്നേരം കൂടി മറ്റും ചെയ്യാമായിരിക്കും, അങ്ങനെ എനിക്ക് ചിലപ്പോൾ തോന്നുന്നത്. പക്ഷെ ഇതിനെല്ലാവരും പേനയെ കൂടി സാധനം വന്നാലേ പേപ്പറിലേക്ക് വന്നാലേ നടക്കുള്ളൂ. അത് ഇറങ്ങും വരും, തമാശ വരും. കോമഡി ഇനി വേണ്ടല്ലോ. അല്ല, കോമഡികൾക്ക് ഈ പറഞ്ഞ കാലഘട്ടം അനുസരിച്ച് ഇപ്പൊ അടൂർ ബാസി സാറ് ചെയ്ത കോമഡി അല്ലല്ലോ ഇപ്പൊ ഞങ്ങൾ ചെയ്ത കോമഡിക്ക് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ എഴുതി വരണം, അല്ലെങ്കിൽ അതുപോലെ കണ്ടന്റ് ഉണ്ടാവണം, അതുപോലെ സീൻസ് ഉണ്ടാവണം, ക്യാരക്ടർ ഉണ്ടാവണം. ഇതൊക്കെ വരണം എന്നുണ്ടെങ്കിൽ കുത്തിയിരുന്ന് ഇത് ആലോചിച്ച് ഉണ്ടാക്കണമെങ്കിൽ ഇത്തിരി പണിയാണ്. അങ്ങനത്തെ വരാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുറെ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഒരു തമാശ സിനിമ ചെയ്യാൻ പേടിക്കുന്നത്. ഒരു തമാശ സിനിമ എന്ന് രോമാഞ്ചം എന്ന് പറയുന്ന പടം ഞാൻ കുറെ കാലം കഴിഞ്ഞിട്ട് കണ്ടതാണ്. നീ ഭയങ്കരമായിട്ട് ചിരിക്കാൻ പറ്റിയിട്ടുള്ളത്. കാരണം ഭയങ്കര അടിപൊളി കോമഡി ഒന്നുമില്ല, പക്ഷെ റിയാക്ഷൻ വെച്ചിട്ട് ഡയറക്ടർ റിയാക്ഷൻ വെച്ച് വർക്ക് ചെയ്തത്. എല്ലാ ക്യാരക്ടേഴ്സും എല്ലാം പുതിയ ആൾക്കാരായിരുന്നു. അവരെ കാണാത്ത ഫേസ്, ന്യൂ ഫേസ് ആയിരുന്നു കുറെ പേര്. അവരുടെ റിയാക്ഷൻസ് ഗംഭീരമായിരുന്നു. ഏറ്റവും കൂടുതൽ റിയാക്ഷൻ വെച്ച് വർക്ക് ചെയ്ത സിനിമയാണെന്ന് തോന്നി കോമഡി സിനിമയിൽ രോമാഞ്ചം. അപ്പൊ അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഈ തമാശ പടം. അത് എഴുതി എടുക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെ. അതുപോലത്തെ വരുന്ന നല്ല പ്രതീക്ഷയുണ്ട്. ഏത്? ആ, ഇല്ല അങ്ങനെയൊന്നുമില്ല. അല്ല, അങ്ങനെ പേടിയൊന്നുമില്ലല്ലോ ഇതിന്. അതങ്ങനെ ചെയ്തെടുക്കാൻ നേരത്തെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടില്ലേ, അതിന് ചിലപ്പോ പേപ്പറിലുണ്ടാവും. ഞങ്ങളല്ല, എനിക്ക് കിട്ടിയാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് പേപ്പറിൽ എഴുതിയിരിക്കുന്ന നല്ലൊരു സിനിമ വന്നാലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അതുമേലെ ഇപ്പൊ പഞ്ചാബി ഹൗസിലെ രമണൻ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. പഞ്ചാബി ഹൗസിന്റെ സിനിമ ആദ്യം തലയിൽ ഉദിക്കുന്നത് റാഫി ബക്കാട്ടിന്റെ ബ്രെയിനിലാണ്. അവർ രണ്ടുപേരും കൂടിയാണ് രമണൻ ഉണ്ടാക്കിയത്, മുതലാളിനെ ഉണ്ടാക്കിയത്, ഉണ്ണീനെ ഉണ്ടാക്കിയത്, പഞ്ചാബികളെ ഉണ്ടാക്കിയതൊക്കെ അവരാണ്. അവർ ഞങ്ങളുടെ ശരീരത്തിൽ പോസ്റ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ ഒരാൾ വേണം, അല്ലെങ്കിൽ 2 പേര് വേണം. അതുണ്ടാവട്ടെ, അറിയാം. അതുണ്ടാവും, നല്ല സിനിമ ഉണ്ടാവും, നല്ല തമാശപ്പടങ്ങൾ ഉണ്ടാവും. ഡെഫിനറ്റ് ആണ്.
ആശ്വാസത്തിന് വേണ്ടിയായിരുന്നു. മറിച്ച് ഇന്ന് പൊളിറ്റിക്കൽ റിലീജിയൻ ഡെവലപ്പ് ചെയ്തപ്പോൾ ലോകമെമ്പാട്, അത് ഇന്ത്യയുടെ കേരളത്തിന്റെ പ്രശ്നമല്ല, ലോകം മൊത്തം എടുത്താൽ കയോസ് ഉണ്ടാക്കുന്നത് അതിൻ്റെ തന്നെ. അതിനെന്താന്ന് വെച്ചാൽ നമ്മളേതുപോലുള്ള മനുഷ്യരെ അതിനെ ടൂളാക്കാൻ പറ്റുന്നുണ്ട്, സാധാരണ മനുഷ്യരെ അതിനെ ടൂളാക്കാൻ പറ്റുന്നുണ്ട്. അതാണ് അവരുടെ മിടുക്ക്. ആ മിടുക്കിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുമ്പോൾ മേ ബി ഇതല്ലാത്ത ഒരു ജീവിതമൊക്കെ നമുക്ക് സാധ്യമാവും. അല്ലാതെ മതത്തെ നമുക്ക് നിരോധിക്കാൻ പറ്റില്ലല്ലോ. അതെന്താണ് അത് ഉദ്ദേശിച്ചതെന്ന് പറയാമോ? ആ ഒരു തോട്ടിലേക്ക് വന്ന കാര്യം. ഓക്കെ. അത് പുള്ളി പണ്ടെപ്പോഴോ പഠിച്ച കാര്യം പുള്ളിയുടെ മനസ്സിൽ വെറുതെ കിടന്ന് പുള്ളി അവിടെ ആലോചിക്കുന്നതാണ്. അവിടെ കണ്ണിലെ വേറെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റേ ശ്വാസം കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വേറൊരു വേൾഡിലേക്ക് മൈൻഡ് സഞ്ചരിച്ചു തുടങ്ങും. നമ്മൾ DMD ബ്രെയിനിൽ DMD അടിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഡെത്ത് ആകുക എന്നുള്ളൊരു പരിപാടിയാണ്. അതാണ് ആ കണ്ണിൽ അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ശ്വാസം കിട്ടാതെ വരുന്നിടത്താണ് പിന്നെ ആ ഇന്റർവെല്ലിലേക്ക് എത്തുന്നത്. അതാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. നമ്മൾ ചെറുപ്പത്തിൽ കേട്ട കഥകൾ, പഠിച്ചത്, മറ്റുള്ളവർ നമുക്ക് പറഞ്ഞു തന്ന വിഷയങ്ങൾ, അതൊക്കെ അവിടെ നമുക്ക് കടന്നു വരും മനസ്സിൽ. അതാണ് അവിടെ അങ്ങനെ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. പറഞ്ഞിട്ടും പറയാൻ പഠിച്ച വിഷയങ്ങൾ അതിനകത്ത് കുറച്ച് സംഭവങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു ഉള്ളില്. കണ്ടതല്ലാതെ കണ്ടായിരുന്നോ മൂവി? ഈ തോട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. കാരണം ഇങ്ങനെയുള്ള വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാം വിളിച്ചത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്നുവെച്ചാൽ സമൂഹത്തിൽ നമ്മൾ ഒരു പരിധി വരെ ഭയപ്പാടെന്ന് തന്നെ പറയാം. അപ്പൊ അതിനെ എങ്ങനെയാണ് ആ പറയാത്ത കാര്യം എന്തെങ്കിലും ഇപ്പൊ പറയാൻ തോന്നുന്നുണ്ടോ? ഇല്ല, പറയാത്ത കാര്യങ്ങൾ അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. നമ്മളെ ഉള്ളിലെ കുറെ വിഷയങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരുന്നു ആദ്യം. അതെ, അവിടെ ഒരു ഗോഡ് വരുന്നതും ഏഞ്ചൽ വരുന്നതും പിന്നെ അതൊക്കെ നമ്മളത് കട്ട് ചെയ്ത് ആലപ്പുഴ ജിംഖാന ഷൂട്ട് കഴിഞ്ഞു, ഡബ് കഴിഞ്ഞു, അതിന്റെ എഡിറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ വരും. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഇയർ റിലീസ് ഉള്ളൂ, മാർച്ച് ഏപ്രിൽ ആ ടൈമിലാണ്. ഉണ്ടാവും എന്തായാലും, ചെറിയ രീതിയിലൊക്കെ ഒരു പുറപ്പാവും. ഒരു പള്ളി പെരുന്നാളെങ്കിലും ഉണ്ടാവും. പിന്നെ ഖാലിദ് റഹ്മാന്റെ പടമാണ്, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അത് അങ്ങനെ ഓർമ്മ ഇങ്ങനെ പറയേണ്ട ഒരു ബന്ധമല്ല, ഞങ്ങൾ ഒരുമിച്ചുള്ള ബന്ധമാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി. സിനിമ കാണാത്തവരെല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുക, വിജയിപ്പിക്കുക, എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. താങ്ക് യു. അപ്പൊ ഇതുവരെ വന്ന എല്ലാവർക്കും എല്ലാവരോടും സന്തോഷം. താങ്ക് യു, നന്ദി.